ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മാച്ച് കളിക്കുന്നത് ചാർലിയുടെ ടീമായിട്ടാണ് വിത്ത് മെറ്റാ ക്ലാസ്. ഇപ്പൊ എവിടെ പോയാലും ഇവിടെ ഇതുണ്ടാവും. ചാർലി ഇതാണല്ലേ ചാർലി എന്തെങ്കിലും No, nothing. ഒന്നും പറയല്ല. നമ്മൾ ആക്ച്വലി ജസ്റ്റ് നമ്മൾ പുതിയൊരു 7 പേർ കൂടെ ആയി കളിക്കാൻ. ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ യൂട്യൂബില് ട്രോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അതത്രേ ഉള്ളൂ. അപ്പോൾ ടോസ് കിട്ടി നമ്മൾ ബാറ്റിംഗ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ടീമില് അഖിലും എന്റെ രാമ ഇവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. എതിർ ടീമിലെ ക്യാപ്റ്റൻ. ഞങ്ങൾക്ക് പോടാ, നമ്മളെ ടീം പേരും പറഞ്ഞിട്ട് എതിർ ടീം കൂടെ കളിക്കുന്നത്. രാമനും ഫുഡിയും കാറും രാമനും കൂടെയാണ് ഓപ്പണിംഗ്. ഇനി രാമന് അവസരം കിട്ടുന്നില്ല എന്നുള്ള ഫാൻസുകാരുടെ ആ പരാതി അങ്ങ് നമ്മൾ തീർത്തു കൊടുക്കുകയാണ് ഗൈസ്. അതെ രാമൻ, താങ്ക് യു ഗൈസ്. സെൽഫിഷ്. ഒരു കണ്ണാടി 2 മിനിറ്റ് മുഖത്തിരുന്നപ്പോൾ കൊണ്ടുപോകണ്ടാവും ഒരു മെറ്റാ ക്ലാസ്. ഒരു ക്യാമറ എൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ. അനിയനും ചേട്ടനും കൂടി പോട്ടെ, അനിയൻ ചേട്ടനും കൂടി പോട്ടാ. അടിച്ച് പൊട്ടിച്ചിട്ട് അമ്മമാരെ പൊട്ടിക്കണേ അല്ലേ പൊട്ടിക്കല്ലേ അല്ലേ. യെസ്, കമോൺ കമോൺ ഗൈസ്. ഓക്കെ, 4 കളി നമ്മൾ ജയിച്ചിട്ട് വേണം പോകണം.
ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ചാർലിയുടെ ടീമിൻ്റെ കൂടെയുള്ള കളി തോറ്റിരിക്കുകയാണ്. സന്തോഷമുണ്ട്, എൻ്റെ ചിരിയണ്ട. കള്ള ഔട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ അവൻ. വീഡിയോ ഇല്ല ഇതിനകത്ത്? വീഡിയോ ഉണ്ട്. പക്ഷെ എന്റെ വീഡിയോ കൂടെ ചേർക്കണം. കള്ള ഔട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, കാണുന്നവര് ഇവൻ നല്ല ബാക്കിലേക്ക് പോയി. ഇവൻ ബാക്ക് ഫുട്ടിൽ നല്ല ഡീപ്പ് ഇൻ ദ ഗ്രീസ് ആണ്. ആൻഡ് എന്റെ മെറ്റാ ക്ലാസ്സിൽ കാണാം, എന്റെ ലെഗ് സ്റ്റംപ് കാണാം ആ വീഡിയോയില്. പിന്നെ ഇവൻ പറഞ്ഞ പോലെ ഹൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഞാൻ അപ്പീൽ ചെയ്യണ്ടായോ? നല്ല അപ്പീൽ ചെയ്തു. അമ്പയർ എനിക്ക് ഔട്ട് തന്നു. അമ്പയർ ഇവൻ പറയുന്നത് എന്റെ കുഞ്ഞമ്മയുടെ അപ്പീലിനൊന്നും തന്ന. അയ്യോ പിന്നെ രാമൻ അമ്പയറിനെ കുറിച്ച് പറയല്ലേ. ഫസ്റ്റ് കളി നമ്മളുടെ കളിച്ചാണ്, കൈനൂത്ത് നേരെ എറിയാറുണ്ടോ തിരുത്തനാണ്. അവൻ വന്നിട്ട് ഇന്ന് ചാളി അത് കീപ്പറിന്റെ അടുത്ത് വരും. കീപ്പറുടെ പെട്ടെന്ന് നിങ്ങളത് പറയണം കേട്ടോ. ഈ വീഡിയോസ് കൂടെ ചേർത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവൻ സൈഡ് മെറ്റല് തരണേ എഡിറ്റ് ചെയ്തിട്ട്. നിനക്കത് ഔട്ടായിട്ട് തോന്നിയോ? അവനൊരു നല്ല ക്വാളിറ്റി മറ്റേ അതിനുശേഷമുള്ള ബാറ്റ് ആൻഡ് പാഡ് നിനക്ക് ബാറ്റ് കൊണ്ടില്ല, പാഡ് ആദ്യം ഒന്നല്ലേ പറഞ്ഞു? അത് ആക്ച്വലി ബാറ്റായിരുന്നു. അതിന് നിനക്ക് തെറ്റിയില്ലേ? ഔട്ട് അല്ലെന്ന് പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ അപ്പീൽ ചെയ്തു. വീഡിയോ കൂടെ ചേർക്കാമേ. പിന്നെ കാണൂലടാ, വിഷമമുണ്ടാ കള്ള ഔട്ടൊക്കെ ആവുമ്പോഴേ. എന്താണ് ആക്ച്വലി നീ എന്തുകൊണ്ട് അത് ഔട്ടല്ലെന്ന് പറയണേ? കാരണം ഞാൻ ഒന്ന് കളിച്ചത് നല്ല ബാക്ക്, എന്റെ പാഡിന്റെ ഈ ഔട്ട് സൈഡിലായിട്ടാണ് ബോൾ കൊണ്ടത് തന്നെ. ഈ സൈഡിലായിട്ടാണ് കൊണ്ടത്. അപ്പൊ ബോൾ നിന്റെ എവിടെ വന്ന് പിച്ച് ചെയ്ത് വെളിയിൽ ഔട്ട് സൈഡ് ലെഗ് സ്റ്റമ്പിന്റെ വെളിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പിടിച്ചാ ഞാൻ ഇനി വീഡിയോ ചേർക്കാം. മെറ്റാ ക്ലാസ്സിൽ ഞാൻ മെറ്റാ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇവന്റെ ഇവിടെ ലെഗ് സ്റ്റംപ് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? പിന്നെ ഹൈറ്റ് ആണോ ഉള്ളതെന്നുള്ള കാര്യത്തിനകത്ത് ഇവൻ ഇത്രയും ഹൈറ്റ്, അത് എന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. സൈഡ് വന്നിട്ടാ കളിക്കണേ. അപ്പൊ ഞാൻ അപ്പീൽ ചെയ്തു. ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. അമ്പയർ ഔട്ട് വിളിച്ചു. പിന്നെ ഇവിടെ ഉള്ള കുറെ ഷിയാസ്. നീ ഔട്ട് ആയിരുന്നോടാ? സമ്മതിക്കോടാ ഔട്ട്. ആ ചെറുക്കന്റെ മുഖം നോക്കാ, നീ അവന്റെ മുഖം നോക്കാം. അവ കള്ളം പറഞ്ഞ നിനക്ക് തോന്നുന്നുണ്ടോടാ? അതുകൊണ്ട് എന്താ ഓപ്പണിംഗ് സ്പെല്ല് വന്നിട്ട് എത്ര വിക്കറ്റ് എടുത്തു? നീ ആരെ? 2 വാശിയാണ്. സെറ്റായില്ലേ? നീ പോ ചാർലി. നീ കൊറേ നാളോട്ട് ഈ പൊള്ളാച്ചി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇപ്പോഴാണ് കാര്യം കത്തിയത്. ഈ പൊള്ളാച്ചിയില ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണല്ല. ഗബ്രി നീ പറയാളിയാ, അത് ഔട്ടാണ് അളിയാ. കേറി വാ. ഗബ്രി അവിടെ നോൺ സ്ട്രൈക്ക് എന്നിട്ട് എന്നോട് പറയണേ ഔട്ട് ആയിരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ തർക്കിക്കണേ? ഗബ്രി നിന്റെ ഗുഡ് വില്ലിനെ അത് ബാധിക്കും. അതിന് നീ എവിടേക്കായിരുന്നു? നീ തിരിച്ചിവിടെ നടക്കേലടാ. ഗബ്രി എന്താ പറയണ? ഔട്ട് ആണല്ലോ. അപ്പൊ ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. ഇനി നാളെ റെഡ് ബോളിലാണ് കളി. ശ്രീരാജേ, നാളെ നേരെ കാണണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.